മനുഷ്യന്റെ ആയുസ്സുകാലങ്ങളിൽ 3 അതിഥികൾ വന്നുപോകും. ആദ്യത്തെ അതിഥി കുട്ടിക്കാലമാണ്. ഞാൻ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ അതിഥി കുട്ടിക്കാലം. ആ അതിഥി കുറെ കാലം നിലനിൽക്കൂല. കുറച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കാലം മടങ്ങിപ്പോകും. പിന്നീട് വരുന്ന അതിഥി യുവത്വമാണ്. ആ യുവത്വമോ ചെറുപ്പക്കാരെ, യുവതികളെ, അത് നിലനിൽക്കൂല. കഴിഞ്ഞ വർഷം ഈ പാവപ്പെട്ട ഞാനിവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യവും ഞാനിവിടെ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്റെ തലയിൽ ഒരൊറ്റ മുടിയും നരച്ചിട്ടില്ല. ഞാനൊരു യുവാവാണ്. എന്റെ താടി രോമങ്ങളിൽ ഒരൊറ്റ രോമം പോലും നരച്ചിട്ടില്ല. ഞാൻ യുവാവാണ്. അതേസമയം വർഷങ്ങൾ പിന്നിട്ടിട്ട് ഈ പാവപ്പെട്ട എന്നെ ചിലപ്പോൾ ഇവിടെ ഉറൂസിന്റെ പ്രഭാഷണത്തിന് ക്ഷണിച്ചാൽ അന്ന് എന്റെ തലയിലെ മുടി നരച്ചിരിക്കും, താടി രോമങ്ങൾ നരച്ചിരിക്കും. എന്തേ? എന്റെ എന്നിലുണ്ടായിരുന്ന അതിഥിയായ യുവത്വമെന്നത് തിരിച്ചുപോയി. യുവത്വം അങ്ങനെയാണ്. ആ അതിഥി നിലനിൽക്കൂല. പിന്നീട് അവസാനമായി വരുന്ന അതിഥിയാണ് വാർദ്ധക്യമെന്നത്. ആ വാർദ്ധക്യമോ അതോടുകൂടെ അവസാനിക്കുകയാണ്. പിന്നെ കുട്ടിക്കാലത്തേക്ക് മടക്കമില്ല, യുവത്വത്തിലേക്ക് മടക്കമില്ല. അലലൈത ശബാബു യഊദു യൗമാ ഫൗഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. യുവത്വം മടങ്ങിക്കിട്ടണം എന്നാഗ്രഹിച്ചാൽ നടക്കുന്നതാണോ? അല്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാരെ, പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഓ ചെറുപ്പക്കാരാവോ യുവതികളെ, വമൻ അലിമ, ഒരാൾ മനസ്സിലാക്കിയാൽ അന്ന ശബാബ ലൈഫുൻ, യുവത്വം എന്ന് പറഞ്ഞാൽ അതൊരു അതിഥിയാണ്. ലാ യഉദു, ആ അതിഥി വന്നുപോയാൽ പിന്നെ ആ അതിഥി മടങ്ങൂല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വന്നുപോകുന്ന അതിഥിയാണ് യുവത്വം എന്നത്. ഇതുപോലെ തന്നെ വഫുർസത്തുൻ ഇദാ മർറത് ലാ റുജൂഅ ലഹാ, ആ യുവത്വം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ സുവർണാവസരമാണ്. അതൊരു പ്രത്യേകമായ ഗോൾഡൻ ചാൻസ് ആണ്. ആ ചാൻസ് വന്നുപോയാലോ പിന്നീട് മടങ്ങി വരൂല, അതിനൊരു മടക്കമില്ല. ഇതാണ് എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയാൽ, ഒരു യുവതി മനസ്സിലാക്കിയാൽ, പണ്ഡിതന്മാര് പറയാണ് ആ യുവത്വത്തെ അവൻ പാഴാക്കൂല, ആ യുവത്വത്തെ അവള് നഷ്ടപ്പെടുത്തൂല. പിന്നെ എന്താണ് അവൻ ചെയ്യുന്നത്? ശഗലഹു ബിത്വാഅത്തില്ലാഹ്, ആ യുവത്വമാകുന്ന അതിഥിയെ അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? നിസ്കാരം ഖളാ ചെയ്യാനല്ല, കളിച്ച് സമയം പാഴാക്കാനല്ല, ക്രിക്കറ്റ് കളിക്കാനല്ല, ഫുട്ബോൾ കളിക്കാനല്ല, മൊബൈലിൽ കളിക്കാനല്ല, രാത്രി സമയങ്ങളിൽ പുറത്തുപോയി സമയം പാഴാക്കാനല്ല, ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കാനല്ല, കേറംസ് കളിക്കാനല്ല, ചെസ് കളിക്കാനല്ല, മദ്യപിക്കാനല്ല, അന്യ പെണ്ണിനോട് വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്യാനല്ല, അന്യ ആണിനോട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്താനല്ല, വീഡിയോ കോൾ ചെയ്യാനല്ല, സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യാനല്ല, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ പിന്നിൽ പോകാനല്ല. ഇതിനൊന്നും അവനെ കിട്ടൂല. ഏത് ചെറുപ്പക്കാരൻ
നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ചെറുപ്പക്കാരൻ. യുവത്വമെന്ന് പറഞ്ഞാൽ അത് അതിഥിയാണ്. ആ അതിഥി വന്നുപോയാൽ പിന്നീടത് മടങ്ങൂല എന്ന് ചിന്തിക്കുന്ന നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഈ യുവത്വത്തെ എന്തിനാ മഹത്വം മനസ്സിലാവണപ്പോഴാണ്. 5 മിനിറ്റ് നേരത്തെ എത്തിയാൽ കൗണ്ടർ ക്ലോസ് ആയി കിട്ടൂല. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ കൗണ്ടർ ക്ലോസ് ആയി. അപ്പോഴാണ് 5 മിനിറ്റ് മഹത്വം മനസ്സിലാവും. അതേസമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ എത്ര മിനിറ്റുകളാണ് ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുന്നത്, നമുക്കതിന്റെ ഒരു മഹത്വം മനസ്സിലാകൂല. ഇതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഓരോ മിനിറ്റിന്റെ മഹത്വം മനസ്സിലാവുക. എന്താ 5:40 ട്രെയിൻ, ഉദാഹരണം പറയാം. ഇവൻ 5:38 ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഭയങ്കര ട്രാഫിക്കാണ്. കേരളത്തിൽ പിന്നെ ട്രാഫിക്കിന്റെ കാര്യം പറയുമ്പോൾ വല്ലാത്ത ട്രാഫിക്. അപ്പോഴാണ് ഇവൻ ചിന്തിക്കുന്നത്, ഒരു 2 മിനിറ്റും കൂടി എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിലോ, അവർ 4 മിനിറ്റ് കിട്ടലായി. അപ്പൊ എനിക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തായിരുന്നു, ട്രെയിൻ കിട്ടുമായിരുന്നു അല്ലേ? അപ്പോഴല്ലേ നമുക്ക് ഒരു മിനിറ്റിന്റെ മഹത്വം മനസ്സിലാവുക. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര മിനിറ്റുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകരുത്. സമയത്തിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വമാ അഹ്സന ത്വാഅതി ലിശുബ്ബാനി ഫസ്ഉ ലിതഖ്വല്ലാഹി യാ ഇഖ്വാനി. ഓ ചെറുപ്പക്കാരെ, കഴിവിന്റെ പരമാവധി നിങ്ങളുടെ യുവത്വോ മനസ്സ് റബ്ബിലേക്ക് തിരിക്കാൻ വേണ്ടി ചെലവഴിക്കണോ. എന്നിട്ട് പണ്ഡിതന്മാര് പറയാണ്, വഅ്മുറൂ വഖതകും ബിത്വാഅ വദ്ദിക്രി കുല്ല ലഹ്ദത്തിൻ ബസാഅ. നിങ്ങളുടെ സമയങ്ങളെ മുഴുവനും ചെലവഴിക്കേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയാണ്, റബ്ബിലേക്ക് മനസ്സ് തിരിക്കാൻ വേണ്ടിയാണ്. വദ്ദിക്രി കുല്ല ലഹ്ദത്തിൻ ബസാഅ. എല്ലാ സമയങ്ങളിലും അല്ലാഹുവിനെ ഓർക്കാനും ആ റബ്ബിന് വേണ്ടി ദിക്റ് ചെല്ലാനുമാണ് നിങ്ങളുടെ സമയങ്ങളെ മുഴുവനും നിങ്ങളതാ ചെലവഴിക്കേണ്ടത്. ഇത് പറഞ്ഞതിന് ശേഷം പണ്ഡിതന്മാര് പറയാണ്, വമൻ തഫുതുഹു സഅതും മിൻ ഉംരിഹി തകുൻ അലൈഹി ഹുസ്റതും ഫീ ഖബ്രിഹി. ഓ മോനെ, നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു ചെറിയ സമയം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ നിനക്ക് ഖബറിൽ ഖേദിക്കേണ്ടി വരും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നിന്റെ ആയുസ്സിൽ ഒരു ചെറിയ സമയം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ നീ ഖബറിൽ ഖേദിക്കേണ്ടി വരൂ. പേടിക്കേണ്ടതാണ്. ഇവിടെ ലോകസഭയിൽ ഒരു ബില്ല് പാസ്സായോ രാജ്യസഭയിൽ പാസ്സാക്കുമോ, അതല്ല പേടി. അതിനേക്കാളും വലിയ പേടിയാണ് മുസ്ലിം ചെറുപ്പക്കാരെ, ഖബറിൽ കിടക്കുന്ന സമയമില്ലേ, ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് അതാ വലിയ ദുഃഖമാണ്. ദുനിയാവിൽ ജീവിതകാലത്ത് ആയുസ്സിൽ ഒരു സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഖബറിൽ ഖേദിക്കേണ്ടി വരും. അതാണ് വലിയ പേടി. ഈമാനുള്ളവർക്ക് ഏറ്റവും വലിയ പേടി അതാണ്. ഈമാനുണ്ടോ? പേടിക്കേണ്ടതില്ല. തലയിൽ തൊപ്പി വെച്ചതുകൊണ്ടായില്ല, താടി വെച്ചതുകൊണ്ടായില്ല. നല്ല ഉറച്ച ഈമാന് വേണേ മുസ്ലിം ചെറുപ്പക്കാരെ. ആ ഈമാനുണ്ടോ? തളരേണ്ടതില്ല, പതരേണ്ടതില്ല. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഓ മനുഷ്യ, നിങ്ങൾ ഒരു വിഷയത്തിനും പേടിക്കേണ്ടതില്ല. നിങ്ങൾ ചെറുതാകണ്ട, നിങ്ങൾ ഒരാളെ മുന്നിലും ചെറുതാകണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതർ മുസ്ലിമീങ്ങളെ.
വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നത. അത് ഏത് ബില്ല് പാസാക്കിയാലും ശരിയില്ലെങ്കിലും ശരി, നിങ്ങൾ അതാ താഴ്ന്നു കൊടുക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതർ കേട്ടോ. പക്ഷെ എപ്പോ ഒരു കണ്ടീഷനുണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് അല്ലാഹു തആല അത് പറഞ്ഞത്. ഏതാണ് ആ കണ്ടീഷൻ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളതാ ഒരിക്കലും പതറിപ്പോകാത്ത ഈമാൻ നിങ്ങളിലുണ്ടോ? ഉറച്ച ഈമാനുണ്ടോ? ആ ഉറച്ച ഈമാൻ ഏതാണ്? പരിപാടികളിലൊക്കെ വളരെ സജീവമായി ഇവനെ കാണും, സുബഹി ജമാഅത്തിനോ ഇവനെ കാണൂല. അത് ഈമാൻ ദുർബലമാണെന്നതിന്റെ അടയാളമാണ്. വേറെ എല്ലാ പരിപാടികൾ വിജയിപ്പിക്കാൻ ഇവൻ വളരെ സജീവമാണ്. അതേസമയം 5 നേരത്തെ ജമാഅത്ത് നിസ്കാരത്തിനോ ചെറുപ്പക്കാരെ കാണുന്നില്ല, ഇവനെ കാണുന്നില്ല. എന്നാൽ ആ ഈമാൻ പോരാ.